െങ്കിൽ ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. സംശയം എന്താ? 21-ാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളി ഇസ്ലാമിക തീവ്രവാദമാണെന്നും അത് തിരിച്ചറിയാൻ വൈകുന്നിടത്തോളം പ്രതിരോധം അസാധ്യമാകുമെന്നും പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു വൈറസ് ആകും ഇസ്ലാമിക തീവ്രവാദമെന്നും ഇന്നിപ്പോൾ ദീപിക പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് പറഞ്ഞു വെക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് എത്രയോ ധീര രക്തസാക്ഷികൾ പറഞ്ഞു വെച്ചിട്ട് പോയതാ. എത്രയോ നവോത്ഥാന ചിന്തകന്മാര് പറഞ്ഞു വെച്ചു പോയതാ. ഇസ്ലാമിക തീവ്രവാദം ഒരു വൈറസാണ്. കമലാ സുരയ്യയെ മതം മാറ്റിക്കൊണ്ടുപോയി അവര് പറഞ്ഞു ഇസ്ലാം സാർസ് പോലെയാണ്, ഇതൊരു മത വൈറസാണ്, അതെന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുവാണ്, നമ്മളെയും കൊണ്ടേ പോകൂ, ക്യാൻസർ പിടിച്ചാൽ നമ്മളെയും കൊണ്ടേ പോകൂ എന്നുള്ളത് പോലെ തന്നെ ലോക സമാധാനം കെടുത്തിക്കളയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏഷ്യൻ പാചകപ്പുരകളിൽ ചിലതാണ് ഇന്ത്യ പൊളിച്ചു കളഞ്ഞത്. 9 തീവ്രവാദ കേന്ദ്രങ്ങൾ. ഇന്ത്യയിലെ ഏതാണ്ട് ഒരു 9ഓളം ഭീകരാക്രമണങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയ മണ്ണ് കെട്ടിടം ഇന്ന് ശൂന്യമായിരിക്കുന്നു. നേരത്തെ തന്നെ ഇന്ത്യ ഇതൊക്കെ സ്കെച്ച് ചെയ്തിരുന്നതാ. ഇത് കേവലം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമല്ല, ആഗോള ഭീകര വിരുദ്ധതയ്ക്ക് ഇന്ത്യയുടെ സംഭാവനയാണ്. പട്ടാപ്പകൽ സിന്ദൂരം ചോദിച്ചെത്തിയവർക്ക്, നിക്കറൂര് ലിംഗത്തിന്റെ അഗ്രം കാണിക്കാൻ പറഞ്ഞ ആളുകൾക്ക് പാതിരാത്രിയിൽ ഇന്ത്യ സിന്ദൂര ചെപ്പുകൾ എത്തിച്ചു കൊടുത്ത് ലിംഗം പൂർണ്ണമായും ലിംഗമുള്ള ആളുകളുടെ ചിന്താഗതി എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത്, അവരുടെ ഇന്ത്യ സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അവരെ തന്നെ ഉറക്ക കലിമ ചൊല്ലാൻ പ്രേരിപ്പിച്ചു മഹാരാജ്യം. അവരിവിടെ പഹൽഗാമിൽ കലിമ ചൊല്ലാൻ പറഞ്ഞു. നിങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടില്ലേ? അതെ, ഇന്ത്യയുടെ മിസൈലുകൾ പതിക്കുമ്പോൾ ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അതേ കലിമത്ത് തൗഹീദ് നിങ്ങളെ കൊണ്ട് ഇന്ത്യ ചൊല്ലിപ്പിച്ചു. നിങ്ങൾ പഹൽഗാമിൽ കലിമ ചൊല്ലാൻ പറഞ്ഞു, ലിംഗം നോക്കി മതം നോക്കി സിന്ദൂരമായി രീതിയെ ഇന്ത്യ കണ്ടോ? സിന്ദൂര രേഖയിലാക്കി തീർത്തു പാകിസ്ഥാനെ. ഒരു നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് 25 മിനിറ്റ് കൊണ്ട് ചുവപ്പിൽ പൊതച്ചു പാകിസ്ഥാനെ ഇന്ത്യ. ഒരു ഹോളി തന്നെ സമ്മാനിച്ചു ഇന്ത്യ. സിന്ദൂരം ചോദിച്ചു വന്നവരാ എല്ലാ കളറും അങ്ങോട്ട് കൊടുത്തു, പ്രത്യേകിച്ച് ചുവപ്പിൽ തന്നെ നോക്കി. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കി ആധുനിക യുഗത്തിലും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഖലീഫ ഭരണം എപ്പോൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിയർപ്പൊഴുക്കുന്ന രാജ്യമാണ്. ഭീകരവാദികൾ വിനോദയാത്രികരെ കൊന്നത് തങ്ങളുടെ മതത്തിൽപ്പെട്ടവരല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ്. കൺമുന്നിൽ ഭർത്താക്കന്മാരെ കൊന്ന് സ്ത്രീകളെ ജീവച്ഛവങ്ങളാക്കുന്ന മതഭ്രാന്തിന് മാത്രം സാധിക്കുന്ന ക്രൂരതയെ സംബന്ധിച്ച് രാജ്യത്തെ ഏതെങ്കിലും സ്വരാജുമാർ, ഏതെങ്കിലും ആമിന നിജാമുമാർ സംസാരിച്ചോ? ഇന്ത്യ കണ്ണീർ വാർത്തു, പക്ഷെ ആത്മവിശ്വാസം കൈവിട്ടില്ല. രാജ്യമാ ദുഃഖിതരോടൊപ്പം നിന്നു, പക്ഷെ ഭീകരരെ വെറുതെ വിട്ടില്ല. ഭീകരവാദികളെ പാലൂട്ടി വളർത്തിയ പാകിസ്ഥാന്റെ കരണത്തടിക്കാൻ, മസ്തകം തകർക്കാൻ ഇന്ത്യ മുന്നിലിറക്കിയത് 2 വനിതകളെ. സിന്ദൂരമിട്ട സ്ത്രീകളെ തന്നെ ഇറക്കി തട്ടമൂരി വെച്ച സോഫിയ ഖുറൈഷിയെ ഇറക്കി. മതഭ്രാന്തിൽ പോത്തുലയുന്ന മരണാനന്തര സൗഭാഗ്യങ്ങളുടെ പച്ചില കാണിച്ച് നൂറ്റാണ്ടുകൾക്കു പിന്നിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയി മതത്തിന്റെ ആലയത്തിൽ കെട്ടുന്ന ഈ ഭീകരവാദികളുടെ സംരക്ഷണ കേന്ദ്രമാണ് പാകിസ്ഥാൻ. അതാണ് ഇന്ത്യ തകർത്തത്. ഇസ്ലാമിക ഭീകരവാദ കേന്ദ്രങ്ങൾ ലോകത്തെവിടെ തകർത്താലും ശരി, അത് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എവിടെ ഒരു ഭീകരത ഇല്ലാതാകുന്നു, എവിടെ ഒരു ഭീകരനെ ഇല്ലാതാക്കുന്നു, എവിടെ ഒരു ഭീകര സംഘടന ഇല്ലാതാകുന്നു, അത് 21-ാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളിയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും മനസമാധാനത്തിന് വേണ്ടിയാണ് അത് ഇല്ലാതാക്കിയത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇത് നമ്മൾ വീണ്ടും എടുത്ത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ആ പെണ്ണുണ്ടല്ലോ,
ആമിന നിജാം ടർബോ എന്ന സിനിമയിൽ മുഖം കാണിച്ച് പ്രശസ്തയായിട്ടുള്ള ഒരു പെണ്ണ്. ഇതൊക്കെ എവിടെ നിന്നിറങ്ങി വരുന്നേ? വൈറലാകാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ, അതല്ലാതെ എന്താ? ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്തുണയായിട്ട് മലയാളത്തിലെയും തമിഴിലെയും ബോളിവുഡ് താരങ്ങൾ രംഗത്ത് വരുമ്പോൾ ഇതുപോലെയുള്ള ചില കീടങ്ങൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തി രംഗത്ത് വരാം. ഓപ്പറേഷൻ സിന്ദൂറിനെ പുച്ഛിച്ചുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പെണ്ണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാളി നടിയാണത്രേ ആമിന നിജാം. ഒരു സിനിമയ്ക്കകത്ത് മുഖം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തികഞ്ഞല്ലോ. ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം പാകിസ്ഥാനിൽ ഒരു കുട്ടി ഉൾപ്പെടെ പാവപ്പെട്ട സാധാരണക്കാരെ ഇന്ത്യ കൊലപ്പെടുത്തിയത്ര. ഇന്ത്യയിലെ 29 സാധാരണക്കാരെ കൊലപ്പെടുത്തിയപ്പോൾ ഇവൾക്ക് ശബ്ദവർക്ക് നാക്കിറങ്ങിപ്പോയി. ഇവരെ പാകിസ്ഥാനിലെ ഒരു സ്ത്രീയുടെ പോസ്റ്റ് മുക്കിപ്പിടിച്ചുകൊണ്ട് വന്നതാ. പിന്നീട് അത് മുക്കി. ആക്രമണങ്ങൾ തീവ്രവാദ ക്യാമ്പുകളെ മാത്രമേ ലക്ഷ്യമിട്ടിട്ടുള്ളൂ എന്നത് ആവർത്തിച്ച് ഇന്ത്യ രേഖകളോടുകൂടി തന്നെ വ്യക്തമാക്കിയതാണ്. എന്നിട്ട് ഇവരുടെ കമന്റുകളിൽ മലയാളികൾ തന്നെ വന്ന് രാജ്യം എന്താണെന്നും രാജ്യത്തോടൊപ്പം നിൽക്കേണ്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്നും പുച്ഛിച്ച ആളുകൾ അവരെ വലിച്ചു കീറി. അപ്പോൾ ഇവർക്ക് ബോധോദയം വന്നു. അയ്യോ ശരിയാണ്, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി എനിക്ക് ഫാൻസ് കുറയോ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറയോ? ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ലഷ്കർ ഇ തൊയ്ബയുടെ തലവൻ ഹഫീസ് സയ്യിദിനെ കൊല്ലാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൂഢാലോചന നടത്തിയത് എന്നാണ് ഭീകരന്റെ മകനായിട്ടുള്ള തൊൽഹ സെയ്ദ് പറയുന്നത്. അതിന്റെ അർത്ഥം ഇവരൊക്കെ ഭയപ്പെട്ടിരിക്കുന്നു. ഓരോ ഭീകരന്മാരായിട്ടുള്ള നേതാവും ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ശരി തക്ഷകനായിട്ട് ഇന്ത്യയുടെ മിസൈൽ എത്തുമെന്ന് ഉറപ്പായി. പാകിസ്ഥാനിൽ തടവിൽ കഴിയുന്ന തന്റെ പിതാവ് സമാധാനത്തോടുകൂടി ജീവിക്കുന്നു എന്നും മോദി പിതാവിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നെന്നും തൽഹ സെയ്ദ് പറയുവാണ് പേടിച്ചിട്ട്. ജയിലിനകത്താണ് തന്ത കിടക്കുന്നതെങ്കിലും ശരി മോദി തന്റെ പിതാവിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന്. ഇന്ത്യയുടെ 57ാമത്തെ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികളുടെ പട്ടികയിൽ 32ാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് ഈ തൊൽഹ. പഹൽഗാം ഭീകരാക്രമണം നരേന്ദ്രമോദി നിർമ്മിച്ച നാടകമാണ് എന്നാണ് തൊൽഹ കുറ്റപ്പെടുത്തി വന്നത് ആദ്യം രംഗത്ത്. നിങ്ങൾ ഞങ്ങളുടെ വെള്ളം തടഞ്ഞാൽ, ദൈവം ഇച്ഛിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ശ്വാസം തടഞ്ഞു നിർത്തുമെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ വാപ്പാടെ ശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് നിരങ്ങുക. ഈ നദികളിൽ രക്തം മാത്രമേ ഒഴുകത്തുള്ളൂ എന്ന് തൊൽഹ പറഞ്ഞു. എന്നാ പിന്നെ നീ പറയേണ്ട, അങ്ങ് ഒഴുക്കിക്കൊള്ളാണെന്നല്ലേ ഇന്ത്യ പറഞ്ഞത്. കേന്ദ്രത്തിലാണ് ഹഫീസ് സയ്യിദിനെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പള്ളിയും മദ്രസയും സാധാരണക്കാരുടെ ധാരാളം വീടുകളുമുണ്ട്. ഇവിടെ ആക്രമിച്ചാൽ വലിയ രൂപത്തിൽ നാശനഷ്ടം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് അത്തരം ആക്രമണം ഇന്ത്യ ഒഴിവാക്കണം എന്ന പ്രതീക്ഷയിലാണ് തന്റെ പിതാവിനെ നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്ന് കരഞ്ഞു മെഴുകുന്നത്. രക്ഷയില്ല കാക്ക. ഇന്ത്യ കാക്കായെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞു. ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ പാകിസ്ഥാനെ മുഴുവനും തകർത്താലാണ് ഈ രാജ്യത്തിന് സമാധാനം കിട്ടുന്നതെങ്കിൽ ഇന്ത്യ ബ്രഹ്മോസ് എന്ന ദിവ്യാസ്ത്രം വജ്രായുധം രംഗത്തെടുക്കും. നമ്മൾ ആഗ്രഹിക്കുവാണത്. നമ്മളോട് ചോദിച്ചിട്ടല്ല എടുക്കുന്നത്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നു ഇയാളെ ഇല്ലാതാക്കിയേ മതിയാകൂ, ഈ പാകിസ്ഥാൻ തീവ്രവാദികളെ. ഇപ്പോൾ നരേന്ദ്രമോദി സ്റ്റേഡിയം തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഒരു ബോംബ് ഭീഷണി സന്ദേശം വന്നത്? ഇവർക്ക് എന്താ ചെയ്യേണ്ടതത്ര? ഇവരാകെ പരവരെ ആയിരിക്കുന്നു. അഹമ്മദാബാദിലാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. ഗുജറാത്തിലെ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് അതായത് GCA അസോസിയേഷൻ ആണല്ലോ ഗുജറാത്ത് ക്രിക്കറ്റ് GCA. അവിടുത്തെ ഒരു മെയിലിലേക്കാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം ഞങ്ങൾ തകർക്കുമെന്നും പറഞ്ഞൊരു സന്ദേശം വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന പേരിലാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ രാജ്യത്തിനകത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു സാമദ്രോഹി ആയിരിക്കും. നിങ്ങളുടെ സ്റ്റേഡിയം ഞങ്ങൾ തകർക്കുമെന്നാണ് ഭീഷണി സന്ദേശം. ഭീഷണിയെ തുടർന്ന് സുരക്ഷാ ഏജൻസികൾ ജാഗ്രത പാലിക്കുന്നുണ്ട്. വിഷയത്തിൽ ഗൗരവമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ ഭീഷണി വരുന്നത്. അടുത്ത ആഴ്ച നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 2 പ്രധാനപ്പെട്ട IPL മത്സരങ്ങളാണ് നടക്കാനിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഭീഷണി നിലനിൽക്കുന്നത്. അതിനെ മുടക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ ലക്ഷ്യം. ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റേഡിയത്തിനകത്തും പുറത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഗുജറാത്ത് പോലീസ് അതുപോലെ സൈബർ ക്രൈം ടീമും ഉടനെ തന്നെ നടപടികൾ സ്വീകരിച്ചു.
ഇമെയിലിന്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത് അയച്ചത് എന്ന് കണ്ടെത്താൻ ഊർജിതമായിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പോലീസുമായും സുരക്ഷാ ഏജൻസികളുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്ന സ്റ്റേഡിയത്തിലെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ശക്തിപ്പെടുത്തുന്ന ആളുകൾ തന്നെ JCIയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനും പുറമെ BCCIയും അതുപോലെ IPL സംഘാടക സമിതിയെയും ഒക്കെ ഗുജറാത്ത് സംഘാടക സമിതി, ക്രിക്കറ്റ് അസോസിയേഷൻ ഒക്കെ ഇക്കാര്യം ഇങ്ങനെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭീഷണിയുടെ സത്യാവസ്ഥ എന്താണ് എന്ന് വിശദമായിട്ട് അന്വേഷിച്ചു വരികയാണ്. ഏത് സാഹചര്യത്തെയും നേരിടാൻ സാധ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് എന്ന് പോലീസും പറഞ്ഞു. മെയ് 14, 18 തീയതികളിലാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മത്സരങ്ങൾ നടക്കാനിരിക്കുന്നത്. അപ്പോഴാണ് ബോംബ് ഭീഷണി വരുന്നത്. മെയ് 14 തീയതി ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൗ സൂപ്പർ ജെയിൻസിനെ, മെയ് 18 തീയതി ചെന്നൈ സൂപ്പർ കിങ്സിനെയുമാണ് നേരിടുന്നത്. അത്ര എനിക്കിതുമായിട്ട് വലിയ വശമില്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഏതാണ്ട് 1,32,000 ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പൊ അത്രയും വലിയ ഒരു സ്റ്റേഡിയത്തിൽ ഇവര് ബോംബ് വയ്ക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒന്ന് പേടിക്കുമെന്ന്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവരിപ്പോൾ ആകെ ഭീഷണിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയാണെങ്കിലോ യാതൊരു വീരവാദങ്ങളുമില്ല, ചെയ്തങ്ങോട്ട് കാണിക്കും. ചെയ്ത് കാണിക്കുവാണ് ഇന്ത്യ. നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുന്നത് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ ചെയ്യാം. അതാണ് ഇന്ത്യയുടെ രീതി. അതുകൊണ്ടാണ്